സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. ഒരു മിനിറ്റ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും അതുണ്ടല്ലോ, ഇന്നലെ എന്തായിരുന്നു പ്രത്യേകത? ഇന്നലെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. ഇന്നലെ എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു? എത്രാമത്തെ? 75ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് നമ്മൾ ഇന്നലെ ആഘോഷിച്ചത്. ഇന്നലെ കുറെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് പേർക്ക് പ്രൈസ് കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞു. ആർക്കൊക്കെയാ പ്രൈസ് കിട്ടിയത്? ആർക്കൊക്കെയാ? റോഷന് കിട്ടി. പിന്നെ ആർക്ക് കിട്ടിയേ? സ്മിറ്റിക്ക് കിട്ടി. റോഷന് സ്പീച്ച് കോമ്പറ്റീഷനിലാണല്ലോ പ്രൈസ് കിട്ടിയത്. ഓക്കെ. സ്മിറ്റിക്ക് ഏതിലെ കിട്ടിയേ? ക്യൂസ് കോമ്പറ്റീഷനിൽ. ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്തവര് ക്ലാപ്പ് ചെയ്യവർക്ക് വേണ്ടിട്ടൊന്ന്. കൺഗ്രാറ്റുലേഷൻസ്. അല്ല, നമ്മുടെ ക്ലാസ്സില് മിന്നുന്റെ യൂണിഫോം ഇല്ലാണ്ട് കളർ ഡ്രസ് ഒക്കെ ഇട്ട് വന്നേക്കുന്നേ. ബർത്ത്ഡേ ആണോ മിന്നുന്റെ? ഇന്ന് മിന്നുന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എഴുന്നേറ്റ് അവൾക്ക് ഒന്നും കൂടി അവളൊന്ന് വിഷ് ചെയ്തേ. ബർത്ത്ഡേ വിഷ് കൊടുത്തേ അവൾക്ക് എല്ലാവരും. ഹാപ്പി ബർത്ത്ഡേ മിന്നു. മിന്നു നമുക്ക് ഇന്ന് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അല്ലേ? എല്ലാവരും കൊടുത്തോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ. എല്ലാവർക്കും മിഠായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ. കൊടുത്തു കഴിഞ്ഞോ മിന്നു? മിഠായി കൊടുത്തു കഴിഞ്ഞോ? ഓക്കെ. അല്ല, മിന്നുന്റെ കയ്യിൽ മിഠായി മൊത്തം കഴിഞ്ഞോ? മൊത്തം കഴിഞ്ഞു അല്ലേ? മിന്നു എത്ര മിഠായി കൊണ്ടുവന്നത്? 50 മിഠായി കൊണ്ടുവന്നു അല്ലേ? ഓക്കെ. എല്ലാ മിഠായും കഴിഞ്ഞു. ഓക്കെ, മിന്നു പോയിരിക്കും. അല്ല, മിന്നു 50 മിഠായി കൊണ്ടുവന്നു. നമ്മുടെ ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത്? 40 അല്ലേ? അപ്പൊ ആരൊക്കെയോ 2 മിഠായി എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആരൊക്കെയാ 2 മിഠായി എടുത്തത്? ഒന്ന് കൈ പൊതിച്ചേ. 1 2 3 4 5 പേരെ എടുത്തുള്ളൂ 2 മിഠായി. ഓക്കെ. ആ കണക്കിൽ എന്തൊരു തെറ്റുണ്ടല്ലോ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ കണക്കിന്റെ രീതിയിൽ ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ചെയ്ത് നോക്കാം? അങ്ങനെ ചെയ്യണ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. നമ്മുടെ പാഠത്തിന്റെ പേരാണ് സമവാക്യ ജോഡികൾ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച സമവാക്യങ്ങളുടെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സമവാക്യ ജോഡികൾ. ഓക്കെ. അതെ, നമ്മുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 40 കുട്ടികളുണ്ട്. അതെ. എത്ര മിഠായി മിന്നു കൊണ്ടുവന്നു? 50 മിഠായി മിന്നു കൊണ്ടുവന്നു. അതിൽ കുറച്ച് പേര് 2 മിഠായി വെച്ചു കൊടുത്തു. അപ്പൊ എത്ര പേര് 2 മിഠായി വെച്ചു കൊടുത്തു നമുക്ക് അറിയണ്ടേ? അറിയാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ്സില് 2 മിഠായികള് 2 വീതം മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് X ആക്കി എടുക്കാം. അപ്പോ 2 വീതം മിഠായികൾ എടുത്ത കുട്ടികളുടെ ഈക്വൽ ടു X എടുത്തു. 2 വീതം മിഠായികൾ എടുത്ത കുട്ടികളുടെ എണ്ണം എന്താക്കി എടുത്തു? X എടുത്തു. ഇനി 1 മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണം അതെന്താക്കി എടുത്തു? Y ആക്കി എടുത്തു. അപ്പൊ 2 മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണം X എന്നും
ഒരു മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണം എത്ര ആക്കി എടുത്തു? y ആക്കി എടുത്തു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 40 പിള്ളേര് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവര് രണ്ടുപേരും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 മിഠായികളിൽ എടുത്ത കുട്ടികളുടെ എണ്ണവും ഒരു മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്താ വരുന്നേ? ഫസ്റ്റ് സമവാക്യം എന്താ വരുന്നേ? x plus y equal to 40 അല്ലേ? ഇനി 2 മിഠായികൾ എടുത്ത കുട്ടികൾ, 2 മിഠായികൾ എടുത്ത കുട്ടികൾ എക്സ്, അവരും ഒരു മിഠായി എടുത്ത കുട്ടികൾ കൂട്ടിയിട്ട് അവർ എത്ര മിഠായി മൊത്തം എടുത്തു? 50 മിഠായി എടുത്തു അല്ലേ? അതായത് 2 മിഠായികള് എക്സ് കുട്ടികൾ എടുത്തു പ്ലസ് ഒരു മിഠായി ഒരു മിഠായിയാണ് വൈകുന്നേരം പിള്ളേർ എടുത്തേക്കുന്നത്. അപ്പൊ അവര് മൊത്തം എത്രയാ? പിന്നെ എത്ര മൊത്തം മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? 50 മിഠായി. ഇത് രണ്ടുപേരും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 50 മിഠായി കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഇക്വേഷൻസ് കിട്ടി. ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? ഒന്ന് ചെയ്ത് നോക്കിയേ. സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കിയേ. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താ അവിടെ അനഘയും അഞ്ചും കൂടിയിട്ട് ഒരു പിറുപിറുക്കല്? എന്താ ഇപ്പൊ പറഞ്ഞത്? അനഘ എന്താ പറഞ്ഞത്? അനഘ പറഞ്ഞത് കേട്ടോ എല്ലാവരും? എന്താ നമ്മൾ മുൻപ് പഠിച്ചത്? ഒരു ചരമുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. ഇതിൽ എത്ര ചരങ്ങളുണ്ട്? 2 ചരങ്ങളുണ്ട്. അത് സോൾവ് ചെയ്യാൻ മക്കൾക്ക് അറിയോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? മുമ്പത്തെ ചരം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ചരം സോൾവ് ചെയ്യണ മെത്തേഡ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. I'd like us to consider trying to solve the equation of 2x plus 4 is equal to 10. Now I have my 10 weights on this side. I have my 2x on this side. I now need the addition of 4 in order for it to be balanced. As I'm told, that is the actual equation. 2x plus 4 equals 10. Therefore it has to be balanced. In order to solve this problem, I need to have x on its own is equal to just a number on its own. But at the moment, I have an addition of 4 and a multiplication of 2 there, which I need to remove. I can't simply just rub them out, and that just doesn't work. So I need to try and apply my balance method. The first thing I'm going to do is remove the 4. A subtraction of 4 from this side will obviously unbalance my equation. So therefore I need to do the same to this side. I need to subtract just 4. And my equation once again becomes balanced. So I now have 2x is equal to 6. So I now need to try and remove this multiplication of 2. Well, I can divide by 2. I can half everything, but again I have to do the same to both sides. So if I half what I have here, take one of them away, then becomes unbalanced again, but I must do the same to this side. I must half what I've got on here. So I'm going to remove 3 of them, and once again it becomes balanced. So now I'm left with what was my unknown quantity, x is equal to 3. And just to prove to you that's what is actually in the bag, I've got my 3 weights there. എല്ലാവരും വീഡിയോ കണ്ടോ? മനസ്സിലായോ ഒരു ചരമുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന്? ടീച്ചർ ഒന്നും കൂടി പറഞ്ഞു തരണോ? വേണോ? വേണം. ഓക്കെ, ഇത് കാണിച്ച് പറഞ്ഞു കേട്ടോ. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? 2x plus 4 equal to 10. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. ഉണ്ടല്ലോ? ഇതെങ്ങനെയാ സോൾവ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാം? ചരങ്ങളുള്ളവർ ഒരുമിച്ച് നിർത്താം, സംഖ്യകളുള്ളവർ ഒരുമിച്ചാക്കാം. ഇപ്പൊ ഇവിടെ സംഖ്യ ഏതാണ്? 4. ഈ 4 നമ്മൾ അപ്പുറത്തോട് പോകണം. അപ്പൊ 2x equal to 10. ഇവിടെ പ്ലസ് സൈൻ ഉള്ളത് അപ്പുറത്തെത്തുമ്പോൾ എന്താവും? മൈനസ്. അപ്പോൾ 2x equal to 6 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇനി എന്ത് ചെയ്യാം? ചരത്തിനെ മാത്രം നിർത്താൻ സംഖ്യനെ അപ്പുറത്തോട് പോകാം. അപ്പൊ ഇവിടെ 2വിനെ നമ്മൾ എന്ത് ചെയ്യാം? അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. 2 ഇവിടെ എന്താണ്? ഗുണനാണ്. അത് ഈക്വൽ ടു അപ്പുറത്തെത്തുമ്പോൾ എന്താവും? ഹരണാവും. അപ്പൊ x equal to 6/2.
അപ്പൊ എത്ര വരും? x ഈക്വൽ ടു 3 എന്ന് ഉത്തരം വരും. ഓർമ്മയുണ്ടാ ചെയ്തത് ഇതൊക്കെ? അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടി? എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. നമ്മുടെ വീഡിയോയിൽ കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഒരു ചരം മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ നമുക്ക്? ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കട്ടോ. നമുക്ക് ചെയ്ത് നോക്കി എല്ലാവരും. ക്വസ്റ്റ്യൻ എഴുതിക്കോ. 5x മൈനസ് 10 ഈക്വൽ ടു 25. വേഗം ഒന്ന് ചെയ്ത് നോക്കിയ എല്ലാവരും. ഉത്തരം കിട്ടോ നോക്കിയേ. നമ്മള് പൊടി തട്ടിയെടുക്കണ്ടാട്ടാ പഴയത്. ചെയ്ത് കഴിഞ്ഞാ? എന്താണ് ജിത്തു ചെയ്തില്ലേ? എന്ത് ഉത്തരം കിട്ടിയേ ജിത്തുന്? എക്സിന് വാല്യൂ ഒന്ന് ജിത്തുന് ഉത്തരം കിട്ടിയത് 3 എന്നാണ് ഉത്തരം കിട്ടിയത് അല്ലെ? നമുക്ക് ചെയ്ത് നോക്കിയാലോ ഉത്തരം ശരിയാണോ എന്ന്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? -10നെ അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോ 5x ഈക്വൽ ടു 25. ഈ -10 ഇവിടെ എത്തുന്നുണ്ടാവും +10 ആവും. 5x ഈക്വൽ ടു 25 + 10 എത്രയാ? 35. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? 5 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഉള്ള ആൾ അവിടെ എത്തുമ്പോ എന്താവും? ഡിവിഷൻ ആവും. 35/5 ഈക്വൽ ടു 7. എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 7. അപ്പൊ ചിത്തുവിന്റെ എവിടെയോ തെറ്റിയിട്ടുണ്ടല്ലോ. ശരിയാക്കട്ടോ ചിത്തു. അപ്പൊ എക്സിന്റെ വാല്യൂ 7 കിട്ടി. എല്ലാവർക്കും ഓർമ്മ വന്നാ ഒരു ചരമുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന്? അപ്പൊ നമുക്ക് 2 ചരമുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന നോക്കാം ഇനി. അതിന് വേണ്ടിയിട്ട് ടീച്ചർ കാണിച്ചു തരാട്ടോ. എന്താണ് നമ്മുടെ ഇക്വേഷൻ വന്നേ? നമ്മുടെ 2 വീതം മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണവും 1 മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണവും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 അല്ലെ? ഇനി 2 മിഠായികൾ എടുത്തവരും 2 മിഠായികളും 1 മിഠായി എടുത്തവരും മിഠായികളുടെ എണ്ണം എത്ര വരുന്നത്? 50. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാം? നമുക്ക് ഈ 2 ഇക്വേഷൻ ഒന്ന് മൈനസ് ചെയ്യാം. ഇതിലേതാ വലുത്? ഈ ഇക്വേഷൻ അല്ലേ വലുത്. അപ്പൊ നമുക്ക് അതായത് ഈ വാല്യൂ ആണല്ലോ വലുത് വരുന്നത്. അപ്പൊ ഈ ഇക്വേഷന് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഇത്, ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇത്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? 2x + y ഈക്വൽ ടു 50 മൈനസ് x + y ഈക്വൽ ടു 40. 2x ന്ന് x കുറച്ച് എത്രയാ വരാ? 2 ന്ന് 1 കുറച്ചാ 1. അപ്പൊ 2x ന്ന് x കുറച്ചാ x. y ന്ന് y കുറച്ചാലോ? y - y ചെയ്താലോ? ഒന്നുമില്ല. 50 ന്ന് 40 കുറച്ചാ എത്രയാ വരാ? 10. അപ്പോ x ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 10. അപ്പോ നമ്മുടെ ക്ലാസ്സില് 2 മിഠായി എടുത്ത കുട്ടികൾ എത്ര പേരാ? 10 പേരാണ്. പക്ഷെ എത്ര പേരെ കൈ പൊന്തിച്ചേ? 5 പേരെ കൈ പൊന്തിച്ചുള്ളൂ. അപ്പോ കള്ളം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലേ ചെറുതായിട്ട്. സാരില്ല, നാണക്കേടായിട്ടായിരിക്കും പറയാത്തത്. കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സില് മിഠായി 2 മിഠായി എടുത്ത കുട്ടികൾ എത്ര പേരാണ്? 10 പേര്. അപ്പോ 1 മിഠായി എടുത്ത കുട്ടികൾ എത്ര പേരായിരിക്കും? y ഈക്വൽ ടു എന്ത് വരും? x + y എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? 40 ആന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ x എത്രയാ? 10. y എത്ര വരും? അപ്പോ 10 + 10 + y ഈക്വൽ ടു 40. അപ്പൊ y ഈക്വൽ ടു എത്ര വരും? ഈ 10 അപ്പുറത്തേക്ക് പോകുമ്പോ മൈനസോ? 40 - 10 എത്ര വരും? y ഈക്വൽ ടു 30. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 1 മിഠായി എടുത്ത കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30 ആണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കുസൃതി കുട്ടി അപ്പുവിനെ പരിചയപ്പെടുത്തി തരാം. അപ്പുവിന് ഒരു ദിവസം കളിക്കുമ്പോൾ ഒരു വലിയൊരു വടി കിട്ടി. അതായത് 1 മീറ്റർ നീളമുള്ള ഒരു വടി കിട്ടി. അവൻ ഭയങ്കര കുസൃതിയാ. കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്തു? അവൻ അത് ഒടിച്ചു കളഞ്ഞു. ഒടിച്ചു കളഞ്ഞപ്പോ എന്തുണ്ടായി? ഒരു നല്ല നീളമുള്ളതും ഒരു നീളം കുറവുള്ളതും കിട്ടി. നീളം കൂടുതലുള്ളത് മറ്റേ നീളം കുറവുള്ളതിനേക്കാൾ 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. അതായത് വലിയ വടിക്ക് ചെറിയ വടിയേക്കാൾ 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ് എങ്കിൽ വലിയ വടിയുടെ നീളവും എത്ര? ചെറിയ വടിയുടെ നീളം എത്ര? അതായത് ഇപ്പൊ എന്തുണ്ടായി? നമ്മുടെ അപ്പു കളിച്ചുകൊണ്ടിരിക്കുമ്പോ
ഒരു വടി കിട്ടി. അത് ചാർട്ട് വഴി കാണിച്ചു തരാം കേട്ടോ. എന്തുണ്ടായി? 1 മീറ്റർ നീളമുള്ള ഒരു വടി അപ്പൂന് കിട്ടി. അത് അവന്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയി. അപ്പൊ 2 പീസായി ഒടിഞ്ഞപ്പോ കേട്ടോ. അതിന് ആദ്യത്തെ പീസിന് അവൻ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. രണ്ടാമത്തെ പീസിന് അവൻ എന്ത് വിളിച്ചു? ബി എന്ന് വിളിച്ചു. ബിക്ക് എനേക്കാൾ 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. എങ്കിൽ എയുടെ നീളം എത്ര? ബിയുടെ നീളം എത്ര? നമുക്കൊന്ന് കണക്കാക്കിയാലോ? അതിനു മുൻപ് 1 മീറ്റർ ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ ആണ്? 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അതെ, നമ്മുടെ റോഷൻ പറഞ്ഞ ഉത്തരം. റോഷന് കൈയെടുത്ത് എല്ലാവരും. റോഷൻ നല്ല ഓർമ്മയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ 1 മീറ്റർ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബിക്ക് എനേക്കാൾ എത്ര നീളം കൂടുതലാണ്? 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. എങ്കിൽ എ എന്നുള്ള വടിയുടെ നീളം എത്ര? ബി എന്നുള്ള വടിയുടെ നീളം എത്ര? നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? അതിനു മുമ്പ് ടീച്ചർ മക്കളെ ഗ്രൂപ്പുകളാക്കി തിരിക്കാം. എല്ലാവരും ഒരു 4 ഗ്രൂപ്പായി. 2 ബെഞ്ച് വെച്ച് ഒരു 4 ഗ്രൂപ്പ് വേഗമായി. ആയില്ലേ? എല്ലാവർക്കും ടീച്ചർ ഒരു ആക്ടിവിറ്റി കാർഡ് തരാം. ഈ ആക്ടിവിറ്റി കാർഡിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. എല്ലാവരും ഓരോ പേപ്പർ പിടിച്ചോ. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ആക്ടിവിറ്റി കാർഡിലെ 4 ക്വസ്റ്റ്യൻസ് എല്ലാവരും സോൾവ് ചെയ്തോ? നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനക്കണക്കായി ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം എത്രയാണ്? രണ്ടാമത്തെ ഗ്രൂപ്പുകാർ പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ മനക്കണക്കായി ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയത്? അതായത് ഈ 1 മീറ്റർ നീളമുള്ള വടി 2ആയി ഒടിഞ്ഞു പോയി. ബിക്ക് എനേക്കാൾ 20 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. എങ്കിൽ എയുടെയും ബിയുടെ നീളം എത്രയായി എന്ന് കിട്ടിയേ? എയുടെ നീളം എത്രയെന്ന് കിട്ടിയേ? 40. ഓക്കെ. ബിയുടെ നീളം എത്ര കിട്ടിയേ? 60. ഇതന്നെയാണോ 3, 4, 3 കിട്ടിയത് മനക്കണക്കായി ചെയ്തപ്പോ? ഓക്കെ. വെരി ഗുഡ്. ഉത്തരം ശരിയാട്ടോ. ഇനി എയുടെ നീളം എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. ബിയുടെ നീളം എന്താക്കി എടുത്തു? വൈ ആക്കി എടുത്തു. എങ്കിൽ ആകെ വടിയുടെ നീളമായ 100 സെന്റിമീറ്റർ എന്താണ്? എയുടെ നീളം എത്ര ആക്കി എടുത്തത്? എക്സ്. എയുടെ നീളം എക്സ് ആക്കി എടുത്തു. ബിയുടെ നീളം എന്താക്കി എടുത്തു? വൈ ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ആകെയുള്ള 100 സെന്റിമീറ്റർ 1 മീറ്റർ ഈക്വൽ ടു എത്രയാണ്? 100 സെന്റിമീറ്റർ കേട്ടോ. എങ്കിൽ ഈ 100 സെന്റിമീറ്റർ എന്താണെന്ന് ചോദിക്കുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 അല്ലെ? അതെ. രണ്ടാമത്തെ ഇക്വേഷന്റെ രണ്ടാമത്തെ ഉത്തരം കിട്ടാ. മൂന്നാമത്തെ ഗ്രൂപ്പുകാർ വേഗം തന്നെ പറഞ്ഞായിരുന്നു. അവർക്ക് ഒരു ഇത് കൊടുത്തേ, ക്ലാപ്പ് കൊടുത്ത എല്ലാവരും. ഇനി 4ാമത്തെ ഗ്രൂപ്പിനോടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അധികം വരുന്ന 20 സെന്റിമീറ്റർ എങ്ങനെയാണ് എഴുതിയത്? അധികം വരുന്നതിന് എങ്ങനെയാണ് എഴുതിയത്? അതായത് ബിയുടെ നീളമാണല്ലോ എനേക്കാൾ വലുത്. അപ്പൊ ബിയുടെ നീളം എന്താക്കി എടുത്തു? വൈ ആക്കി എടുത്തു. എയുടെ നീളം എന്താക്കി എടുത്തേ? എക്സ് ആക്കി എടുത്തു. അപ്പൊ എന്തുണ്ടായി? വൈ മൈനസ് എക്സ് ഈക്വൽ ടു 20 എഴുതി. അതെ, 4ാമത്തെ ഗ്രൂപ്പുകാരെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. അല്ല, അവർക്ക് ക്ലാപ്പ് കൊടുത്തേ. 1ാമത്തെ ഗ്രൂപ്പുകാരോടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്തത് എന്തുണ്ടായി? 2 സമവാക്യങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിയുടെയും വൈയുടെയും വാല്യൂ എത്രയാണ്? ചെയ്തു നോക്കിയായിരുന്നോ? ചെയ്തു നോക്കി. എന്തെത്ര കിട്ടിയേ? എക്സ് ഈക്വൽ ടു 40 ആവും. വൈ ഈക്വൽ എത്ര കിട്ടി? 60. ഓക്കെ. നമുക്ക് ചെയ്തു നോക്കിയാലോ അത്? എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടി കാണിച്ചല്ലാവേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 കിട്ടിയിട്ടുണ്ട്. വൈ മൈനസ് എക്സ് ഈക്വൽ ടു 20 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എഴുതി. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് 1ാമത്തെ ഇക്വേഷന് 2ാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യാം? കൂട്ടണോ കുറയ്ക്കണോ? എന്താ? നമ്മുടെ അനഘ പറഞ്ഞത് കൂട്ടാൻ. അപ്പൊ നമുക്കത് കൂട്ടാം. അപ്പൊ 1ന്ന് 2 കൂട്ടാട്ടോ. 1 + 2 ചെയ്യുമ്പോ എന്താ വരുന്നേ? എക്സ് മൈനസ് എക്സ്. അപ്പൊ എന്താ? അത് പോയി 0. വൈ പ്ലസ് വൈ എത്രയാ? 2y ഈക്വൽ ടു
100-ന്ന് 20 കൂട്ടി കഴിഞ്ഞാൽ 120. y ഈക്വൽ എന്ത് വരും? 120/2. അപ്പൊ എത്ര y എത്ര വന്നു? 60. ബിയുടെ നീളം എനേക്കാൾ 20 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ വൈയുടെ നീളം എത്ര വന്നത്? 60. അങ്ങനെയാണെങ്കിൽ എയുടെ നീളം എത്ര വരും? അതായത് x ഈക്വൽ എത്ര വരും? 60-ന്ന് 20 കുറച്ചാൽ പോരെ? എത്ര വന്നു? 40. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ് പരിപാടി എത്ര ശരിയല്ലേ? ബിയുടെ നീളം എത്ര വന്നു? 60. എയുടെ നീളം എത്ര വന്നു? 40. എല്ലാവർക്കും ഈ ചെയ്തത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, എല്ലാവരും ഗ്രൂപ്പുകളായിരുന്നു നല്ല രീതിയിൽ ഉത്തരങ്ങൾ പറഞ്ഞു കേട്ടോ. നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്താലോ? എന്ന് അങ്ങനെയാണെങ്കിൽ ഓക്കെ, ടീച്ചർ ക്വസ്റ്റ്യൻ പറയാം, മക്കൾ ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഒരു ചെപ്പില് കറുത്തതും വെളുത്തതുമായ 100 മുത്തുകളുണ്ട്. ഒരു ചെപ്പിൽ കറുത്തതും വെളുത്തതുമായ 100 മുത്തുകളുണ്ട്. കറുത്ത മുത്തുകൾ വെളുത്തതിനേക്കാൾ 10 എണ്ണം കൂടുതലാണ് എങ്കിൽ കറുത്ത മുത്തുകളുടെ എണ്ണം എത്ര? വെളുത്ത മുത്തുകളുടെ എണ്ണം എത്ര? ഗ്രൂപ്പ് അല്ലേ? എല്ലാവരും കാര്യം ചെയ്ത് നോക്കിയേ. ചെയ്തു നോക്കുക. അതില് കറുത്ത മുത്തുകളുടെ എണ്ണത്തിന് നമ്മൾ എന്താക്കി എടുക്കുന്നു? x ആക്കി എടുക്കാം. വെളുത്ത മുത്തുകളുടെ എണ്ണത്തിന് എന്താക്കി എടുക്കാം? y ആക്കി എടുക്കാം. ഒന്ന് ചെയ്ത് നോക്കിയാൽ, വേഗം ചെയ്ത് നോക്കിയാൽ എല്ലാവരും ഒന്ന്. ചെയ്താ? ഇത്രയും കിട്ടിയാ? ഇത്രയും കിട്ടിയില്ലേ? എന്നാൽ ഞാനൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. കറുത്ത മുത്തുകളുടെ എണ്ണം എത്ര? കറുത്ത മുത്തുകളുടെ എണ്ണത്തിന് നമ്മൾ എന്താക്കി എടുത്തു? x ആക്കി എടുത്തു. വെളുത്ത മുത്തുകളുടെ എണ്ണം എത്ര ആക്കി എടുത്തു? y ആക്കി എടുത്തു. മൊത്താച്ചപ്പിൽ എത്ര മുത്തുകളുണ്ട്? 100 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ ഇത് എക്സും വൈയും കൂടി കൂട്ടി നമുക്ക് എത്ര കിട്ടും? 100. അപ്പൊ x പ്ലസ് y ഈക്വൽ ടു 100. ഇനി കറുത്ത മുത്തുകൾ വെളുത്ത മുത്തുകളെക്കാൾ എത്ര കൂടുതലാണ്? 20 കൂടുതലാണ്. ഓക്കെ, അപ്പോ കറുത്ത മുത്തുകളിൽ നിന്ന് വെളുത്ത മുത്തുകൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. അതായത് അപ്പൊ x-ന്ന് y കുറച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ അല്ലേ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഈ 1-ന്ന് 2 പ്ലസ് ചെയ്ത് നോക്കാം. x-ന്ന് x കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 2x. y-ന്ന് -y കൂട്ടി കഴിഞ്ഞാൽ 0. 100 പ്ലസ് 10 110. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? രണ്ടാപ്പുറത്തേക്ക് പോകുമ്പോ 110/2. x ഈക്വൽ ടു എന്ത് വന്നു? 55. നാലാമത്തെ ഗ്രൂപ്പ് ആർക്ക് എക്സിന്റെ വാല്യൂ 55 ആണോ കിട്ടിയത്? അതെ, ആർക്ക് 55 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിനി വൈയുടെ വെള്ളമുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കണ്ടേ? അതിനെന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ x പ്ലസ് വൈ ഈക്വൽ ടു 100. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അതിൽ ഇട്ട് കൊടുക്കാം. എക്സിന്റെ വാല്യൂ എത്രയാ? 55 പ്ലസ് വൈ ഈക്വൽ ടു 100. y ഈക്വൽ ടു എന്ത് വരും? 55-നെ ഇക്വേഷൻ്റെ അപ്പുറത്ത് കൊണ്ടു. അപ്പൊ എന്ത് വരും? 100 മൈനസ് 55 എത്ര വന്നു? 45. അപ്പൊ ആ ചെപ്പില് 55 കട്ടുമുത്തുകളും 45 വെട്ടുമുത്തുകളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ആ ഉത്തരം കിട്ടി? എല്ലാ ഗ്രൂപ്പുകാർക്കും? വെരി ഗുഡ്, എല്ലാവരും ശരിയാക്കിയല്ലോ. എന്റെ മക്കൾക്കൊരു ഹോംവർക്ക് തന്നാലോ? ഒരു ക്വസ്റ്റ്യൻ എഴുതാട്ടോ.
ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോട്ടോ. നാളേക്ക് ഇത് ചെയ്തു വന്നോളാം. ക്വസ്റ്റ്യൻ വായിച്ച്. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 5000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 8000 രൂപയും. എങ്കിൽ ഓരോന്നിന്റെ വില എത്രയാണ്? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നാളെ വരുമ്പോ ചെയ്തിട്ട് വന്നോളൂ കേട്ടോ. വേഗം ക്വസ്റ്റ്യൻ എഴുതിക്കോ. അപ്പൊ നല്ല കുട്ടികളായിട്ട് നാളെ വരുമ്പോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വന്നോളൂ. താങ്ക് യു.